എന്റെ കൂടെ ഒന്ന് വന്നേ. എന്താ? ഞാൻ വേറിട്ടൊരു കാഴ്ച കാണിച്ചു തരാം, ഒന്ന് വാ. പ്രിയപ്പെട്ടവരെ, ഞാൻ നമ്മുടെ സഖാക്കന്മാരോട് പലരോടും സംസാരിച്ച മുഖം കണ്ടതിലും എനിക്ക് ഏറ്റവും തോന്നിയ ഒരു കാര്യം, ചതിക്കപ്പെട്ടവരുടെ മുഖമാണ് നിങ്ങൾ പലരും. മുഖം കവി സമാനേ അഹം തവി ഗുണേശേ. കൊട്ടാരക്കരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ KN ബാലഗോപാലിന് വേണ്ടി വോട്ട് തേടാൻ ഘോരഘോരം പ്രസംഗിക്കുന്ന മാലാ പാർവതി. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വരെ ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ച് നേടിക്കൊടുത്ത് ഞങ്ങൾ വളർത്തിയ ഒരു സഖാവ് ഇന്ന് കൊടി മാറി ഞങ്ങളെ ചതിച്ചിരിക്കുന്നു. ഓ, റൂട്ട് അങ്ങോട്ടാണോ? അതിന് ഞങ്ങൾ പകരം ചോദിക്കുമെന്നൊരു മുഖമാണ് പലരിലും ഞാൻ കണ്ടത്. മാലാ പാർവതി എന്ന അഭിനേത്രിയെയും സാമൂഹ്യ പ്രവർത്തകയും ഒക്കെ നമുക്ക് പരിചയമുണ്ട്. പക്ഷേ ഇത്രയും വിവരദോഷിയായിരുന്നു ഇവരെന്ന് ഇന്നലെ മനസ്സിലായി. സത്യസന്ധമായി സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചും നേടിയതാണ് ഈ വിജയം ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടന്ന് ചെയ്തുകൊണ്ടാണ് അവര് വിജയമൊക്കെ സ്വന്തമാക്കിയതും തുടർഭരണം സ്വന്തമാക്കിയതും കഴിഞ്ഞ തവണ. ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻസ് ചോർന്ന് പോണു വിക്രമ. ബാക്കി ഇനി പറയുന്നത് കേട്ടോണേ, പിടിച്ച് നിൽക്കാൻ ശേഷിയുള്ളവർ മാത്രം കേട്ടാൽ മതി. കോവിഡ് കാലം കഴിഞ്ഞപ്പോ BBC കേരളത്തിൽ പഠനത്തിനായി വന്നു. അവിടെ മുഴുവൻ ഓരോ സ്ഥലങ്ങളിൽ ഓരോ വീടുകൾ തുറക്കുമ്പോൾ അതിനകത്ത് മരിച്ച ശവശരീരങ്ങളും എല്ലാമായി ഇരിക്കുമ്പോൾ കോവിഡ് കാലത്ത് BBC സംഘം പഠനത്തിനായിട്ട് ഇവിടേക്ക് വന്നു. അവരുടെയൊക്കെ നാടുകളിൽ മരിച്ച ശവശരീരങ്ങളായിരുന്നെങ്കിൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന ശവശരീരങ്ങളെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു എന്നാണോ മാലച്ചേച്ചി പറയാൻ ഉദ്ദേശിക്കുന്നത്? അതല്ല ഉദ്ദേശം. നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരും ആശാപ്രവർത്തകരും വണ്ടി കൊണ്ടുവന്ന് അമ്മാവാ ഭക്ഷണം കഴിച്ചോ, പൊതിയിരട്ടെ, ചോറ് ഊണ് കിട്ടുമോ, അല്ലെ മരുന്ന് കഴിച്ചോ എന്ന് ചോദിച്ച് ഓരോ വീടാന്തരം കയറി ഇറങ്ങുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. കണ്ണിൽ ചോരയുണ്ടോടി നിനക്കൊക്കെ? നിങ്ങളിപ്പോ പറഞ്ഞല്ലോ, വിദേശ രാജ്യങ്ങളിലേതുപോലെയല്ല ഇവിടുത്തെ പാവപ്പെട്ട ആശാപ്രവർത്തകരും പിന്നെ ആരാണ് കുടുംബശ്രീക്കാരും ഒക്കെ അല്ലെ. ആശാപ്രവർത്തകരെ അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആശാപ്രവർത്തകര് ഒരു സമരം നടത്തിയായിരുന്നു. ആ മാസങ്ങൾ നീണ്ട സമരം. അവിടെ വരെ ഒന്ന് പോയായിരുന്നോ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? എനിക്കത് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. കഴിച്ചോ കുടിച്ചോ അപ്പച്ച അമ്മച്ചി എന്നെല്ലാം ചോദിച്ചുകൊണ്ട് വീടാന്തരം കയറി ഇറങ്ങാൻ അപ്പോൾ ആശാപ്രവർത്തകരെ ഉണ്ടായിരുന്നുള്ളൂ. നിസാര പണത്തിന് സ്വന്തം ആരോഗ്യവും സ്വന്തം ജീവനും പോലും വകവയ്ക്കാതെ ആ സമയത്ത് അവർ അക്ഷീണം അവർ പ്രയത്നിച്ചായിരുന്നു. അവർ ഒരുപാട് ജോലി ചെയ്തു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലെ? അവരുടെ അവസ്ഥ എന്തായി? അവരോട് എന്താണ് നിങ്ങളുടെ മുഖ്യൻ കാണിച്ചത്? അതിന്റെ എല്ലാം പിന്നിൽ നിങ്ങളാണ്, ഇടതുപക്ഷ പ്രവർത്തകരാണ്. സ്ത്രീ പറയുന്നത് കേട്ടോ ഒരു ഉളുപ്പുമില്ലാതെ. അതായത് കോവിഡ് കാലത്ത് കേരളത്തെ പിടിച്ചു നിർത്തിയത് ഇടതുപക്ഷ പ്രവർത്തകരാണെന്ന്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വിവരം കേട്ട വർഗം. ഇവർ ഈ വേദിയിൽ നിന്ന് പിന്നെ അവിടെ കേൾക്കാൻ ഒരു 50 പേരെ മാക്സിമം ഉള്ളൂ. ഇവരെല്ലാവരും ഈ പാർട്ടി പ്രവർത്തകരായതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്രയും ഉറപ്പോടെ ധൈര്യത്തോടെ നിന്ന് സംസാരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തുമെന്നൊരു ചിന്ത പോലും ഇവർക്ക് ഇല്ലാതെ പോയല്ലോ. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. മാറാത്തതിനി മാറുമെന്ന് ചോദിക്കുന്നവരുടെ മുഖത്ത് നോക്കി എന്താണ് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന മാറ്റം എന്ന് നമുക്ക് ചോദിക്കണം. അപ്പൊ BJPക്ക് നേരെയാണ് ചോദ്യം ഉന്നയിക്കുന്നത്, എന്താണ് നിങ്ങൾ മാറ്റാൻ പോകുന്നതെന്ന്. കാരണം ഇവിടെ നിലവിൽ മാറാൻ ഇനി ഒന്നുമില്ല. എല്ലാം മാറ്റി മറിച്ച് ഒരു മാറ്റത്തിലൂടെ വിപ്ലവം സൃഷ്ടിച്ച് കേരളത്തെ ഇപ്പൊ കണ്ടാൽ മനസ്സിലാകാത്ത രീതിയിലാക്കിയിരിക്കുകയാണ് ഓൾറെഡി ഈ 10 വർഷം കൊണ്ട്. അപ്പൊ എന്താണ് ഇനി നിങ്ങൾ മാറ്റാൻ പോകുന്നത്? എന്താണ് ഇവിടെ മാറേണ്ടതെന്ന് അവരോട് നമ്മൾ ചോദിക്കണമെന്ന്. അമ്പലത്തിൽ കയറില്ല എന്ന് പറഞ്ഞ് ശാസിക്കുമോ? കണ്ട പറയുന്ന വിവരദോഷം കേട്ടോ. നിങ്ങൾ ഇടതുപക്ഷ പ്രവർത്തകയാണ്, നിങ്ങൾ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മളുടെ നേരെ വാളുമായി വരുമോ? സത്യത്തിൽ ഇവർക്കൊക്കെ എതിരെ കേസ് എടുക്കണം. ഇത് കേൾക്കുമ്പോ തന്നെ എന്തൊരു അസ്വസ്ഥതയാണ് നമ്മളിൽ ഉണ്ടാകുന്നത്. ഈ BJP അധികാരത്തിൽ വന്നാൽ നമ്മുടെ നേരെ വാളും എടുത്തുകൊണ്ട് വന്ന് നിങ്ങൾ അമ്പലത്തിൽ പോകില്ലേ, അമ്പലത്തിൽ പോയില്ലെങ്കിൽ നിങ്ങളെ വെട്ടിക്കളയും എന്ന് പറയുന്നതാണ് ഇവർ ഈ പറഞ്ഞു വെക്കുന്നത്. എല്ലാ നുണപ്രചരണങ്ങളും മനുഷ്യര് മാറി ചിന്തിക്കാൻ സമ്മതിക്കാതെ ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്ന യാതനകളിൽ തന്നെ കിടന്ന് തുടർച്ചയായിട്ട് അനുഭവിക്കാൻ ഇങ്ങനെ അവർ മാക്സിമം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം മനുഷ്യനെ വീണ്ടും കുടുക്കാൻ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റവും ഇല്ലല്ലോ.
നമ്മള് ജാതി ചോദിച്ച് നമ്മൾ എവിടെയാണ് ഇരിക്കേണ്ടത് എന്ന് ആൾക്കാർ നിശ്ചയിക്കുമോ? BJP ഭരിക്കുന്ന ഏത് സംസ്ഥാനത്താ ജാതി ചോദിച്ചുകൊണ്ട് ആളുകളെ ഇരുത്തുന്നത്? വിദ്യാലയങ്ങളിലൊക്കെ അങ്ങനെയാണോ? അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ അങ്ങനെയാണോ? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിലുള്ള അവസ്ഥയെപ്പറ്റി വ്യക്തമായിട്ട് അറിയാവുന്ന പണ്ഡിതയല്ലേ? അതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ഇവിടെ മാത്രമല്ലേ ഉള്ളൂ? ഇന്ത്യയിൽ വേറെ വല്ലയിടത്തും ഉണ്ടോ? ഞങ്ങളുടെ അറിവിലില്ല. പിന്നെ നാണക്കെടുത്തി. അപ്പോ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും വേറെ വ്യത്യാസമുണ്ട്. ജാതിയുടെ അടിസ്ഥാനത്തിലാണ് ക്യൂ ഒക്കെ നിൽക്കുന്നത്. അങ്ങനെയാണോ? എന്തിനിങ്ങനെ പാവപ്പെട്ട മനുഷ്യരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അടിമകളാക്കി വെച്ചിരിക്കുകയാണ് ആ മുന്നിലിരിക്കുന്ന കുറെ എണ്ണത്തിനെ. ഒരു കള്ളൻ കുറെ നുണ പറയാനും നീയൊക്കെ ഇത് കേട്ട് വായും പൊളിച്ച് ബാക്കിയുള്ളവരെ കൂടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ കൊള്ളാം, അല്പം വിവരം കൂടിയാകാം. നമ്മൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കേണ്ടത് ആ പന്തിയിലാണ് എന്ന് പറഞ്ഞ് മാറ്റിയിരുത്തുമോ? ആ മാറ്റമാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? എത്ര ധൈര്യത്തോടെയാണ് അതൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ പന്തിയിൽ പോയി ഇരിക്കൂ എന്ന് പറയും BJP വന്നാൽ. അല്ലെങ്കിൽ കോൺഗ്രസ് വന്നാൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടത്തും. കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾക്ക് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ. ജാതിയും മതവും എന്താണെന്ന് ചോദിക്കാതിരിക്കണമെങ്കിൽ അത് വേണം. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇവിടെ എന്തിനാ റിസർവേഷൻ? എന്തിനാ ജാതിയുടെ അടിസ്ഥാനത്തിൽ? എന്തിനാ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്? എന്തിനാ ഇവിടുത്തെ സർക്കാർ ജോലിക്കൊക്കെ ആവശ്യപ്പെടുന്നത്? നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എന്തിനാ? ഇതൊക്കെ എന്തിനാ? ഇവിടെ എങ്കിൽ കേരള സർക്കാർ ജാതി മതം ഇല്ല എന്നങ്ങ് പ്രഖ്യാപിച്ചാ പോരെ? വർഗീയത ഏറ്റവും കൂടുതൽ പറയുന്നതും അത് ഉപയോഗിക്കുന്നതും വോട്ടടിക്കാൻ വേണ്ടി അതിനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ദുരുപയോഗം ചെയ്യുന്നത് നിങ്ങൾ മാത്രമല്ലേ? അമ്പലത്തിനെയും പള്ളിയെയും ഒക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ഉപയോഗിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ആളുകളല്ലേ ഇടതുപക്ഷത്തിൽ ഇപ്പോൾ ഉള്ളത്? മാറാത്തത് എന്താണ്? കേരളത്തിൽ മാറേണ്ടത്? കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ മാറണ്ട, ഇവിടെ നടക്കുന്ന കൊള്ള മാറണ്ട, അഴിമതി മാറണ്ട, ആരോഗ്യരംഗത്തെ ശോചനീയാവസ്ഥ മാറണ്ട, വിദ്യാഭ്യാസ മന്ത്രി മുതൽ നീളുന്ന വിദ്യാഭ്യാസ നിലവാരമില്ലായ്മ അതിവിടെ മാറണ്ട, ലഹരിയും ഗുണ്ടായുസവും ഒന്നും ഇവിടെ മാറണ്ട, സ്ത്രീകളും കുട്ടികളും ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ഇവിടെ മാറണ്ട. ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു മടുത്തു. നിങ്ങൾ കണ്ണു തുറന്ന് നോക്കിയിട്ട് ഇവിടെ മാറാനൊന്നും ഇല്ലേ? അവരുടെ ഭരിക്കുന്ന നാടുകളിലെ എല്ലാം തൊഴിലാളികൾ ഇന്ന് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ചോദിക്കണം. അതാണ് പോയിന്റ്. എന്തുകൊണ്ടാണ് അവിടെ ഉള്ളവർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്? ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി? ഇവിടെയുള്ള കുട്ടികൾ എവിടെ പോയി? ഡിഗ്രിക്കൊന്നും ചേരാൻ ഇവിടെ കുട്ടികളില്ലാതെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ. ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരു പ്രത്യേക മന്ത്രി ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇവിടെ എന്തെടുത്തിട്ട് മറിച്ചെന്നാ പറയുന്നത്. കുട്ടികൾ അവരുടെ സ്വന്തം കഴിവിനനുസരിച്ച് +2 വരെയോ ഒക്കെ പഠിച്ചതിന് ശേഷം അവർ നാട് വിട്ട് ഓടുകയാണ് ഇവിടുന്ന്. ഇവിടെ ജീവിക്കാൻ അവർക്ക് ഇഷ്ടമില്ല. കഴിഞ്ഞ തലമുറയിൽപ്പെട്ട ആളുകളാണെങ്കിലും വേറെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇവിടെ തുടരുകയാണ്. അല്ലാത്ത ആളുകളെല്ലാം ഇവിടെ വിട്ട് ഓടുകയാണ്. എന്തുകൊണ്ട്? ഇവൻ തന്നെയാ പ്രശ്നം. ഇരിക്കുന്നവരെ മുടിയും പ്രശ്നങ്ങൾ അവസാനിക്കില്ല. തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തുള്ള സംസ്ഥാനം കേരളമാണ്. എന്നിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ വരുന്ന പൊറോട്ടയടിക്കാരെയും മൈക്കാട് പണിക്കാരെയും കാണിച്ചിട്ട് അവരെന്തുകൊണ്ട് ഇവിടെ വരുന്നു? അവിടെ വികസനം ഇല്ലാഞ്ഞിട്ടാണെന്ന്. ഇവിടുന്ന് എന്തുകൊണ്ട് ആളുകൾ, പ്രവാസികൾ എന്തുകൊണ്ട് കൂടുതലാകുന്നു? മലയാളികൾ എന്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് അമേരിക്കയിലേക്ക് ഓടിപ്പോകുന്നത്? മനുഷ്യര് നീ ഇവിടെ വന്നിറങ്ങിയത് മുതലാണ് എന്റെ ദുരിതം തുടങ്ങിയത്. നമ്മുടെ മാറ്റം വികസനത്തിലേക്കുള്ള മാറ്റമാണ്, മനുഷ്യരുടെ ഒരുമയിലേക്കുള്ള മാറ്റമാണ്, സ്നേഹത്തിലേക്കുള്ള മാറ്റമാണ്. അയ്യോ, ഒരുമയും സ്നേഹത്തെയും പറ്റിയൊന്നും പറയരുതേ. വികസനം പിന്നെ പാലങ്ങളിലും കെട്ടിടങ്ങളിലും ആണല്ലോ നമ്മൾ കാണുന്നത്. അതിന് കടമെടുത്ത എത്ര കോടിയാണെന്ന് ചോദിച്ചാൽ അന്നേരം കറങ്ങി നിങ്ങൾ തൊട്ടുള്ളവർ വീഴും. ഒരുമയും സ്നേഹത്തെയും കുറിച്ച് മുഖ്യമന്ത്രിയെ കൊണ്ട് പ്രസംഗിപ്പിക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ഇമ്പം ഉണ്ടാവുമായിരുന്നു കേൾക്കാൻ. അവൻ ഇച്ചിരി ബഹുമാനം കൂടിയിട്ടുണ്ടല്ലോ. എനിക്ക് അവന്മാര് സാറിന് താങ്ങിയത് പോലെ തോന്നിയത് അല്ല, ബഹുമാനം കൂടിയിട്ടുണ്ട്. എങ്കിൽ കൂടി കാണും. ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ മനുഷ്യനാണ് എന്ന പരിഗണന നൽകി അയാളോട് പെരുമാറുക എന്നുള്ളത് സ്നേഹത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലും ഇല്ലാത്ത ആളുകൾ സ്നേഹത്തിന്റെ കാര്യത്തെ പറ്റി വാചാലരായാലോ. ഇവിടെ കടുകുമണി പോലെ ഉള്ള പ്രശ്നങ്ങളെ ഊതിപ്പെരുപ്പിച്ച്. കടുകുമണിയായിരുന്നു കേട്ടോ ശബരിമലയിലെ കിലോ കണക്കിന് സ്വർണം കൊള്ള നടത്തിയത്. ആരോഗ്യരംഗത്ത് നമ്മൾ കണ്ടതെല്ലാം ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കെട്ടിടം ഇടിഞ്ഞു വീണതും രോഗികളുടെ വയറ്റിൽ കത്രികയും പഞ്ഞിയും കത്തിയെല്ലാം തിരികിയതും എല്ലാം കടുകുമണിയുടെ വലുപ്പത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു. ആർക്ക്? നിങ്ങൾക്ക് ഇതൊക്കെ കടുകുമണിയുടെ വലുപ്പത്തിലുള്ള പ്രശ്നമായിരിക്കും. എനിക്കതാ മനസ്സിലാകാത്തത്. നിങ്ങളൊക്കെ AC കാറിൽ നിന്നും AC റൂമിലേക്ക് കയറി ലാവിഷായിട്ട് ജീവിക്കുന്നു. നിങ്ങൾക്കൊന്നും ബൂർഷ്വാ ജീവിത രീതി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള സാധാരണ ജീവിതമാണല്ലോ നയിക്കുന്നത്.
പക്ഷെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു യാതന നിറഞ്ഞ ബൂർഷ്വാ ജീവിതമുണ്ട്. ഈ വേനലായാലും മഴയായാലും മണ്ണിൽ കഷ്ടപ്പെട്ട് ചില്ലറ സാധനങ്ങൾക്ക് തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും എല്ലാം ടാക്സും തന്ന് ജീവിച്ചു പോകുന്ന ഒരു സർവ്വസാധാരണക്കാരുണ്ട്. അവര് ചിലപ്പോ സർക്കാർ ആശുപത്രിയിലൊക്കെ ചെന്ന് ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ കെട്ടിടം ഇടിഞ്ഞു വീണാൽ അവർക്ക് മരണം സംഭവിച്ചെന്ന് വരും. അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം കടുകുമണിയുടെ വലിപ്പമുള്ളതല്ല. ശബരിമലയിൽ വ്രതമെടുത്തു പോകുന്ന വിശ്വാസിയുടെ വേദന കടുകുമണിയുടെ വലിപ്പമുള്ളതല്ല. ഇവനത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ല, അത്ര വിശാലമായിട്ട് ചിന്തിക്കണമെങ്കിൽ അതിനുള്ള മനസ്സും വേണം. കറണ്ടിനും വെള്ളത്തിനും തുടങ്ങി സകലതിനും വില കൂട്ടി, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി. അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി കേരള സർക്കാർ എന്താ ചെയ്തത്? കേന്ദ്ര സർക്കാർ ഇട്ട് പീഡിപ്പിക്കുകയാണെന്ന് പറയുന്നു. ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താ ചെയ്തത്? ലോകത്തുണ്ടാകുന്ന ഒരു ദുരന്തവും കേരളത്തെ ബാധിക്കില്ല, അതിന് പറ്റിയ ഒരു ക്യാപ്റ്റനാണ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നു. ബെസ്റ്റ്. ഗ്യാസിന്റെ ക്ഷാമം ഇവിടെ ബാധിച്ചിട്ടില്ലേ? പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ബുദ്ധിമുട്ട് ഇവിടെ അനുഭവിക്കുന്നില്ലേ? ഇന്ധന സെസ് ആരാണ് ഇവിടുന്ന് വാങ്ങിച്ച് വിഴുങ്ങിയത്? ഭയങ്കരമായ തമാശയാണ് പ്രതിപക്ഷ നേതാവ് എന്ത് പറഞ്ഞാലും. കൊള്ളാം, അദ്ദേഹം സംസാരിക്കട്ടെ, നമുക്ക് ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതെ, കേരളത്തിലെ പ്രശ്നങ്ങൾ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയാൽ അല്ലെങ്കിൽ ആര് ചൂണ്ടിക്കാട്ടിയാലും നിങ്ങളെ പോലെ ഇതൊന്നും ബാധകമല്ലാത്ത ആളുകൾക്ക് ചിരി വരും. ഉളുപ്പുണ്ടടാ ചക്കാണക്ക്. നിങ്ങൾ ചിരിച്ചോ? ഈ ചിരി ജനങ്ങൾ കാണുന്നുണ്ട്. പലരുടെയും കൊലച്ചിരികൾ ജനങ്ങൾ കാണുന്നുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങളുടെ പോക്ക്. ആ കാര്യങ്ങളുടെ പോക്ക് കണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു വെപ്രാളം തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ എങ്ങനെയാകും? അതിനെ മാറ്റിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നിങ്ങളുടെ ഈ വിവരദോഷം പ്രസംഗിക്കൽ എന്നൊക്കെ അറിയാം. ഒരു പ്രയോജനമില്ല. മല പോലെ മന്തുള്ള മച്ചുരൻ പറയുന്നു അളിയന്റെ വിരലിലെ ചൊറി എത്ര ഭീകരം എന്നാണ് എനിക്ക് ഇവര് പറയുന്നത് കേൾക്കുമ്പോ തോന്നുന്നത്. അപ്പൊ മന്തുള്ളവൻ വിരലിലെ ചൊറിയെ കുറ്റം പറയുന്നു. വലിയ വലിയ കുറ്റങ്ങളുള്ളവൻ മറ്റുള്ളവന്റെ നിസാര കുറ്റത്തെ ചൂണ്ടിക്കാട്ടി കുറ്റം പറയുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ വിരലിലെ ഒരു ചെറിയ ചൊറിയായിരുന്നെങ്കിൽ പിന്നെ സഹിക്കായിരുന്നു. ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതിരുന്ന, നിങ്ങൾ ഇത്തരം പ്രസംഗങ്ങൾ നടത്താതിരുന്നാൽ ചിലപ്പോൾ 1-2 വോട്ട് നിങ്ങൾക്ക് കിട്ടും. മല പോലെ മന്തുള്ള മച്ചുരൻ ചൊല്ലുന്നു അളിയന്റെ വിരലിലെ ചൊറി എത്ര ഭീകരമയ്യോ. മൊത്തത്തിൽ ചൊറി ബാധിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ചൊറി ഒളിപ്പിച്ചു വെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇത്തരം പ്രഹസനങ്ങൾ ഉൾപ്പെടെ കാട്ടിക്കൂട്ടുന്നത്. മൊത്തത്തിൽ ചൊറി പിടിച്ചിരിക്കുന്ന ആള് മന്ത് അല്ലേ നിന്റെ ശരീരത്തിലുള്ളത്, അതുകൊണ്ട് ഈ ചൊറി ഞാനങ്ങ് സഹിച്ചോളാം എന്ന് വിചാരിക്കുന്നതിന്റെ യുക്തി എന്താണ്? മന്തുള്ള ആളുടെ ബുദ്ധിമുട്ടിനെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ രോഗാവസ്ഥയെ നിങ്ങൾ കുറച്ച് കാണുന്നത് എന്തുകൊണ്ടാ? അല്ലെങ്കിൽ രോഗമുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങൾ ഇടതുപക്ഷത്ത് നടക്കുമ്പോഴും അതിനെ റീലാക്കിയും പ്രവർത്തിച്ചു അവരങ്ങനെ ചെയ്തതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനം പോയി. എത്ര നിസ്സാരമായിട്ടാണ് ഈ സ്ത്രീ പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഇടതുപക്ഷത്ത് നിന്നുണ്ടാകുമ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ, ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷത്ത് നിന്ന് തന്നെ ആളുകൾ കൊടിമാറി പോകുന്നത്. അവര് പോകുമ്പോൾ നിന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ കയ്യിലിരിപ്പ് തന്നെയാണ് നിങ്ങൾക്ക് വിന. ആറ്റുകാൽ പൊങ്കാല നടക്കുന്നവർക്കറിയാം, സ്ത്രീകളുടെ മഹാ ഉത്സവമാണ്. അവിടെ നടന്നു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ടാണ് അത് മുഴുവൻ ശുദ്ധിയാക്കുന്നത്, വൃത്തിയാക്കുന്നത്. എല്ലാരും വിശ്വസിച്ചോണം കേട്ടോ. ആറ്റുകാൽ പൊങ്കാല എന്ന് വെച്ചാൽ എത്ര കിലോമീറ്റർ ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഈ പൊങ്കാല അടുപ്പുകൾ കാണപ്പെടുന്നത് നിമിഷ നേരം കൊണ്ടാണ് എല്ലാ വർഷവും അത് വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. കേൾക്കാൻ നല്ല രസമുണ്ട്. സഖാവ് ശിവൻകുട്ടി സാവുമായിട്ടാണ് നമ്മുടെ തിരുവനന്തപുരത്തെ മേയർ സംവാദത്തിന് ഒരുങ്ങിയത്. വല്ല രക്ഷയുള്ള കാര്യമാണോ? ഒരു രക്ഷയില്ല. ശിവൻകുട്ടി അദ്ദേഹത്തിനോടൊക്കെ സംസാരിച്ച് ജയിക്കാൻ മാത്രം പാണ്ഡിത്യമുള്ള ആരെങ്കിലും കേരളത്തിൽ ഇന്നുണ്ടോ? ഇല്ല. അത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ ചേച്ചി. അല്ല, ശിവൻകുട്ടി അദ്ദേഹം പറഞ്ഞു ഇവിടെ വൃത്തിയായില്ല എന്നല്ലേ പറഞ്ഞു വരുന്നത് പൊങ്കാലയ്ക്ക് ശേഷം. ശിവൻകുട്ടി അദ്ദേഹം അവിടെ സ്ത്രീകളുടെ ഇടയിൽ നിന്ന് അവരെ കൊണ്ട് വൃത്തിയാക്കിപ്പിക്കുന്നതിന്റെ റീലൊക്കെ ഇപ്പോഴും ഫേസ്ബുക്കിൽ ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹം നേരിട്ട് മേൽനോട്ടം വഹിച്ചിട്ടും വൃത്തിയായില്ലേ? അപ്പൊ അത് ആരുടെ കഴിവുകേടാ? അപ്പൊ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കാണ് ചവറ് കൂനകൾ അവിടെ കെട്ടിക്കിടക്കുന്നത്. എന്താണ് പറ്റിയത്? അതാ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ശിവൻകുട്ടി അദ്ദേഹം നേരിട്ട് മേൽനോട്ടം കൊടുത്ത ഒരു സംഗതിക്ക് എന്താ പറ്റിയത്? പിന്നെയും ചവറ് കൂനുകൾ എവിടെ കൂടിക്കിടന്നെന്നാ? വെറുതെ ശിവൻകുട്ടി സഖാവിനെ മോശക്കാരനാക്കരുത് കേട്ടോ ചേച്ചി. ഏറ്റവും സങ്കുചിതരായ ഞങ്ങൾ 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 അത് തന്നെ ഞങ്ങൾ 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 എല്ലാം ഞങ്ങൾക്ക് ഞങ്ങൾ 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 അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ എല്ലാം ഞങ്ങൾക്ക്. കൈയിട്ട് വരുന്നത് സകലതും ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്ക്, ഞങ്ങൾക്ക് വിഴുങ്ങാൻ. ഇത് തന്നെ പ്രശ്നം.
ഞങ്ങൾ കുറച്ച് ഹിന്ദുക്കൾ ഇങ്ങനെ ചുരുക്കി കേരളത്തിനെ ഏറ്റവും ഇല്ലായ്മയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന മാറ്റം നമുക്ക് വേണോ? അയ്യോ വേണ്ട, അതെന്തൊരു ചോദ്യ? അങ്ങനെ ചുരുക്കി ഒരു പ്രസ്ഥാനത്തെ ഒരാളിലേക്ക് ചുരുക്കിയല്ലേ ഈ പരുവത്തിൽ തരി എത്തിയത്. വേണോ? എനിക്ക് കേൾക്കാൻ വയ്യ, നല്ലപോലെ ഓർക്ക പറ. ശബ്ദം വരത്തില്ല. അല്ല, എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ? കുറ്റമൊന്നും പറയാനില്ല. ഒരു മാറ്റമൊക്കെ ആവാൻ 10 വർഷമായില്ലേ എന്നൊരാള്, മറ്റവര് പറയുന്നത് മാറാത്തത് ഇനി മാറും. എന്താണ് മാറേണ്ടത്? അയ്യോ, കുറ്റമറ്റതിനെ ആരും ഇനി കുറ്റപ്പെടുത്തരുതേ. ഇങ്ങനെ കുറ്റമറ്റ ഒരു ഭരണത്തെ വേറെ ഒരു രാജ്യത്തും എങ്ങും കാണാൻ പറ്റത്തില്ല ചേച്ചി. തളരരുത് രാമൻകുട്ടി, തളരരുത്. കുറ്റം പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണല്ലേ ആളുകൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രശ്നങ്ങളല്ലേ ഈ മാധ്യമങ്ങളിലൂടെ ആളുകൾ അറിയുന്നത് മുഴുവൻ. പിന്നെ ഇവരൊക്കെ നേരിട്ട് നാട്ടുകാരോട് കാണിക്കുന്ന ധാർഷ്ട്യമൊക്കെ AI ഉപയോഗിച്ചുണ്ടാകുന്നത് അല്ലേ. ഇവിടെ ഒന്നും മാറണ്ട ചേച്ചി, എന്റെ പൊന്നു ചേച്ചി, ഇവിടെ ഒന്നും മാറണ്ട. ഇത്തിരി നേരും നെറിവും മനസാക്ഷിയും ഒക്കെ ആയിക്കൂടെ? ഇവിടുത്തെ റോഡാണോ മാറേണ്ടത്? വിദ്യാഭ്യാസമാണോ മാറേണ്ടത്? ആരോഗ്യമാണോ മാറേണ്ടത്? ഇവിടുത്തെ റോഡും മാറണ്ട, വിദ്യാഭ്യാസവും മാറണ്ട, ആരോഗ്യവും മാറണ്ട. കാരണം ഇതിനൊന്നും ആശ്രയിക്കാത്ത ആളുകളല്ലേ ഇവിടെ ഭരണത്തിലുള്ളത്. ഇവിടെയുള്ള VIP-കളെല്ലാം അമേരിക്കയിലോട്ട് പറന്നാണല്ലോ അവരുടെയൊക്കെ മക്കളുടെയും അവരുടെയും ഒക്കെ ആരോഗ്യവും വിദ്യാഭ്യാസവും ഒക്കെ സാധിച്ചെടുത്ത് തിരിച്ചു വരുന്നത്. പിന്നെ ഇവിടെ കിടന്ന് എഴയുന്ന സാധാരണക്കാരുടെ കാര്യമല്ലേ, ഒന്നും മാറ്റണ്ട, അങ്ങനെ തന്നെ വെച്ചേര്. അത് പിന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രശാഖയാണോ? ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് ആരോഗ്യമാണ്, ആരോഗ്യ രംഗമാണ്, ആരോഗ്യ മന്ത്രിയാണ്. അത് ചുമ്മാതെ ഉണ്ടാകുന്ന റീലുകളും ചാനലുകളിലെ വർത്തമാനങ്ങളും അല്ല, പ്രതിപക്ഷത്തിന് അജണ്ടയാണ്. കാരണം അവര് പണം വാങ്ങിയിരിക്കുന്നത് ഫാർമ കമ്പനികളിൽ നിന്നാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ആരോഗ്യരംഗത്തെ ഇപ്പൊ കുറ്റപ്പെടുത്തുന്ന ആളുകള് വലിയ വലിയ മരുന്ന് കമ്പനികളിൽ നിന്ന് പൈസ പറ്റിയിട്ടാണല്ലേ. അവരുടെ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതായി ഈ പെടലിക്കഥയൊക്കെ. അപ്പൊ ഞങ്ങൾ കണ്ടതൊക്കെ എന്തുവായിരുന്നു? അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുക. അത് നീ തെളിയല്ലോ, ഒരുപാട് തെളിയല്ലേ, അതൊക്കെ നമ്മളറിയാം. എന്നാലും പ്രതിപക്ഷ പാർട്ടികൾ ഇങ്ങനെയൊക്കെ ഒരാളെ കൊണ്ട് കഴുത്തുളുക്ക് നാടകമൊക്കെ അഭിനയിപ്പിക്കാവോ സ്വന്തം നേട്ടത്തിന് വേണ്ടി? ഒരമ്മ, ഇത്ര പണമാണ് നമുക്കുള്ളത്, അതിലെല്ലാവർക്കും എന്തെല്ലാം വീതിച്ച് കിട്ടണം. കയ്യൂക്കുള്ളവനല്ല, ഇല്ലാത്തവന് കൊടുക്കണം, ഏറ്റവും ദരിദ്രന് കൊടുക്കണം, ശബ്ദമില്ലാത്തവന് കൊടുക്കണം എന്ന വാത്സല്യത്തോടെ കരുതലോടെ, പണത്തിനെ ഒരു കണക്കായിട്ടല്ല മനുഷ്യരുടെ മുഖവും അവസ്ഥയുമായി കണ്ട് പിരിച്ച് ഓരോരുത്തർക്ക് അന്നം കൊടുത്ത ഒരു മനുഷ്യന്റെ നാടാണ് കൊട്ടാരക്കര. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. അയ്യോ കരയല്ലേ ചേച്ചി, പൊട്ടി കരഞ്ഞു പോകരുതേ. ബാലഗോപാലണ്ണനെ പുകഴ്ത്തുന്നതാണ് നമ്മൾ ഈ കേൾക്കുന്നത്. ഒരമ്മയെ പോലെ, ഒരമ്മയുടെ കരുതലോടുകൂടി, പണത്തിന് വെറും കണക്കായിട്ടല്ല, ഓരോരുത്തരുടെ ആവശ്യവും മുഖവുമായിട്ട് പരിഗണിച്ച് എല്ലാവർക്കും കൃത്യമായിട്ട് വീതിച്ച് വീട്ടിൽ കൊണ്ടവരുടെ അലമാരെ പൈസ എണ്ണി വെക്കുന്ന ആളാണ് നമ്മുടെ ബാലഗോപാലൻ ചോട്ടൻ. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ വോട്ട് കൊടുക്കണേ, ഇനി ഇത് ചേച്ചി അവിടെ കിടന്ന് നെഞ്ചു തലയ്ക്കും. ശ്രീ KN ബാലഗോപാൽ ജയിക്കണം, ഇനിയും മുന്നേറണം, നമ്മുടെ മന്ത്രിയായി വരണം. വേണ്ടേ? ശ്രീ KN ബാലഗോപാൽക്ക് പോരാ. എന്നാലും ഇത്രയും പ്രസംഗിച്ചിട്ട് അവസാനം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പണി ചേച്ചിക്ക് കൊടുത്തല്ലോ. ഉശിരില്ല. സ്വന്തം കാര്യത്തിന് നല്ല ഉശിരുള്ള ആളുകളല്ലേ നിങ്ങളുടെ സഖാക്കന്മാര്. അപ്പൊ ജനങ്ങൾക്ക് ഇത്തിരി ഉശിര് കുറഞ്ഞിരിക്കട്ടെ. എല്ലാവർക്കും ഒരുപോലെ ഉശിരായാലേ ശരിയാകത്തില്ല. ഇത്രയും വലിയ വിവരദോഷം ചേച്ചിയുടെ കയ്യിലുണ്ട് എന്ന് ഇന്നലത്തെ പ്രസംഗത്തിലൂടെയാണ് മനസ്സിലായത്. മനസ്സിലാക്കി തന്നതിന് നന്ദി. ഇപ്പൊ ചെളിവാദ്യങ്ങൾ. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ അകത്ത് പോയി കിടക്കാൻ പോകുന്നു.